ടോപ്പ് ട്യൂഷന്റെ IT ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് IT-ൽ വരുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആയ ലേഔട്ട് ഓഫ് പിക്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റിന്റെ ബാക്കിൽ വരുന്ന ലെറ്റസ് ഇവാലുവേറ്റ് സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുകളാണ്. ക്വസ്റ്റ്യൻ: ഓപ്പൺ എ ക്യാൻവാസ് ഇൻ GIMP, paste a picture and anchor it. But when you try to move the pasted image, it moves along with the background. What could be the reason for this? നമ്മൾ ജിംപിൽ ഒരു ക്യാൻവാസ് ഓപ്പൺ ചെയ്ത് അതിനകത്തൊരു പിക്ചർ പേസ്റ്റ് ചെയ്ത് ആങ്കർ ചെയ്തു. പക്ഷേ ആ ഒരു ഇമേജ് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് അത് വന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കൂടെ മൂവ് ആവും. അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് the picture did not get pasted on the canvas. The picture was pasted on the background of the canvas. The move tool did not function properly. The picture format did not support the process. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ബി, the picture was pasted on the background of the canvas. ക്യാൻവാസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ആ പിക്ചർ പേസ്റ്റ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് കൂടെ ആ ഒരു ഇമേജും മൂവ് ചെയ്യുന്നത്. Question: from the procedures given below, choose the correct one which is used to rename a layer in the GIMP. ഒരു ജിംപിനകത്ത് ഒരു ലെയർ റീനെയിം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് പ്രൊസീജിയർ ഏതാണെന്ന് തന്നിരിക്കുന്ന പ്രൊസീജിയറുകളിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ഓൺ ദ ക്യാൻവാസ്, സെക്കൻഡ് ഓപ്ഷൻ ക്ലിക്ക് ഓൺ ദ ലെയർ പാലറ്റ്, തേർഡ് ഓപ്ഷൻ റൈറ്റ് ക്ലിക്ക് ഓൺ ദ ലെയർ, ഫോർത്ത് ഓപ്ഷൻ ക്ലിക്ക് ഓൺ ദ ഫ്ലോട്ടിംഗ് ലെയർ. അതിന് ആൻസർ എന്താണെന്ന് നോക്കാം. സി, റൈറ്റ് ക്ലിക്ക് ഓൺ ദ ലെയർ. ലെയറിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ലെയർ റീനെയിം ചെയ്ത് കൊടുക്കുന്നത്. അതായത് എഡിറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അതിനകത്ത് പോയിട്ടാണ് ലെയറിന് റീനെയിം ചെയ്ത് കൊടുക്കുന്നത്. ക്വസ്റ്റ്യൻ: പ്രിപ്പയർ എ ബാനർ ടു ബി ഹെൽഡ് ഇൻ എ റാലി ടു ബി ഓർഗനൈസ്ഡ് ഇൻ കണക്ഷൻ വിത്ത് ദ പ്രൊക്ലമേഷൻ പ്രൊസഷൻ ഓഫ് ദി വേൾഡ് എൻവിറോൺമെന്റ് ഡേ. Include the details given below and save it in your folder. വേൾഡ് എൻവിറോൺമെന്റ് ഡേക്ക് അനുബന്ധിച്ച് ഒരു റാലി നടത്തുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വെക്കാൻ പറ്റിയ ഒരു ബാനർ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഹിൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് വേണം ബാനർ ക്രിയേറ്റ് ചെയ്യാൻ, എന്നിട്ട് അത് നമ്മുടെ ഫോൾഡറിൽ സേവ് ചെയ്യാൻ. അപ്പോൾ ഹിൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹിൻസ്: യൂസ് ലോഗോ ടൂൾ ആൻഡ് ഇൻക്ലൂഡ് ദ സ്ലോഗൻ നോ ഫോറസ്റ്റ് നോ മാൻ ഇൻ ആൻ അട്രാക്റ്റീവ് മാനർ. അപ്പോൾ ലോഗോ ടൂൾ യൂസ് ചെയ്തിട്ട് നോ ഫോറസ്റ്റ് നോ മാൻ പറഞ്ഞിട്ട് സ്ലോഗൻ വെച്ചിട്ട് ആ ഒരു ബാനർ ഒന്ന് അട്രാക്റ്റീവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻക്ലൂഡ് പിക്ചേഴ്സ് ദാറ്റ് ഡെപിക്ട് കോസസ് ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ എൻവിറോൺമെന്റ്. അപ്പോൾ എൻവിറോൺമെന്റ് ഡിസ്ട്രക്ഷന് കാരണമായ കുറച്ച് കോസസും കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണം. സേവ് ദ ബാനർ ഇൻ XCF ആൻഡ് JPG ഫോർമാറ്റ്സ് ഇൻ യുവർ ഫോൾഡർ. അപ്പോൾ അതിനുശേഷം ആ ഒരു ബാനർ വന്നിട്ട് XCFും അതുപോലെ SPG ഫോർമാറ്റിലും നമ്മുടെ ഫോൾഡറിനകത്ത് സേവ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നമ്മുടെ പോസ്റ്ററിന് ആവശ്യമായ എല്ലാ പിക്ചേഴ്സും ഓരോ ലെയറിലാക്കിയിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ പിക്ചേഴ്സ് ആഡ് ചെയ്യുന്നത് ഓപ്പണിൽ പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ പിക്ചേഴ്സിനൊക്കെ ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഓരോ ലെയറായിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഓരോ ലെയറിനെയും ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഹൈഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ലെയറായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ സൈസൊക്കെ കുറച്ചിട്ട് നമ്മുടെ ഈ ഒരു പോസ്റ്ററിനകത്ത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യത്തെ പിക്ചർ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ ഓരോ ലെയറായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കറക്റ്റ് പൊസിഷനിൽ അത് പ്ലേസ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ലെയർ ഷോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പിക്ചറിനും സൈസും നമുക്കൊന്ന് ചെറുതാക്കി കൊടുക്കാം. എന്നിട്ട് അത് പോസ്റ്ററിനകത്ത് പ്ലേസ് ചെയ്യാം. അപ്പം നമുക്ക് വേണ്ട രീതിയിൽ അതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിനുശേഷം സൈസൊക്കെ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ലെയർ ഷോ ചെയ്യുന്നുണ്ട്. അതും മറ്റേത് ചെയ്ത പോലെ തന്നെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ പോസ്റ്ററിനകത്ത് അത് പ്ലേസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഏതാണ് സൈസ് വേണ്ട ആ സൈസിന് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് 3 ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്
അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നാലാമത്തെ ആഡ് ചെയ്യുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ റീസൈസ് ചെയ്തിട്ട് കറക്റ്റ് ആ പോസ്റ്ററിനകത്ത് ഫിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പൊസിഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പൊസിഷൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലെയറിൻ്റെ പൊസിഷൻ മാറ്റിയാൽ നമുക്ക് ഇവിടെ പോസ്റ്ററിനകത്തും അതിൻ്റെ പൊസിഷൻ മാറുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കൊടുത്തതിന് ശേഷം ഒരു ടെക്സ്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇപ്പോൾ നോ ഫോറസ്റ്റ് നോ മാൻ പറഞ്ഞ ടെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. നോ ഫോറസ്റ്റ് നോ മാൻ എന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തൽക്കാലം ഗ്രീൻ കളർ ഞാൻ എടുക്കുന്നുണ്ട്. അതിനുശേഷം ഫയലിനകത്ത് പോയിട്ട് ഇത് സേവ് ചെയ്യാവുന്നതാണ്. ഫയലിൽ പോവാം, സേവ് ആസ് എടുക്കാം. XCF ഫോർമാറ്റിലാണ് നമുക്ക് സേവ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ എൻവിറോൺമെന്റൽ അണ്ടർസ്കോർ ഡേ അണ്ടർസ്കോർ ബാനർ എന്ന പേരിൽ സേവ് ചെയ്യുന്നുണ്ട്. ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പോസ്റ്റർ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ബാനർ എങ്ങനെ വരുന്നു നോക്കാം. ആൻസർ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത വേൾഡ് എൻവിറോൺമെന്റ് ഡേ ടോപ്പിക് വരുന്ന ഒരു ബാനർ വരുന്നത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ: Design a poster using GIMP to create awareness about the importance of organ donation. Make use of the details given below. ഓർഗൻ ഡൊണേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റർ ജിംപ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താഴെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് വേണം ഈ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ എന്തൊക്കെ ഹിൻസ് ആണ് നോക്കാം. ഹിൻസ്: include a message in the form of a logo on the importance of organ donation. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പോസ്റ്ററിൽ ഓർഗൻ ഡൊണേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്ന ഒരു മെസ്സേജ് ഉൾപ്പെടുത്തണം. അതും ഒരു ലോഗോൻ്റെ ഫോമിലായിരിക്കണം വരേണ്ടത്. അറേഞ്ച് ദ പിക്ചേഴ്സ് ഓഫ് ദി ഓർഗൻസ് ഓഫ് ദി ഹ്യൂമൻ ബോഡി ഇൻ ആൻ അട്രാക്റ്റീവ് മാനർ. ഈ ഒരു പോസ്റ്ററിനകത്ത് ഹ്യൂമൻ ബോഡിയിലുള്ള എല്ലാ ഓർഗൻസും ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒരു അട്രാക്റ്റീവ് മാനറിലായിരിക്കണം വരേണ്ടത്. എക്സ്പോർട്ട് ദ പോസ്റ്റർ ഇൻ PNG ഫോർമാറ്റ്. അതിനുശേഷം PNG ഫോർമാറ്റിലോട്ട് ഈ ഒരു പോസ്റ്റർ എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പിക്ചേഴ്സും ഞാനിവിടെ ഓരോ ലെയറായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫയലിൽ പോവുക, ഓപ്പൺ എടുക്കുക, അതിനകത്ത് നമ്മുടെ ലൊക്കേഷൻ എവിടെയാണോ ഈ ഒരു പിക്ചർ വെച്ചിരിക്കുന്നത് അത് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ പിക്ചറായിട്ട് നമുക്കത് ലെയറിലോട്ട് ഇടാവുന്നതാണ്. അതിനുശേഷം ഇനി ഓരോ പിക്ചേഴ്സ് നമുക്ക് അത് കറക്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ലെയർ എടുക്കുന്നുണ്ട്. റെക്റ്റാങ്കിൾ ടൂൾ യൂസ് ചെയ്തിട്ടാണ് സെലക്ട് ചെയ്യുന്നത് ഞാൻ. അതിനെ ഒന്ന് താഴോട്ട് പൊസിഷൻ ചെയ്ത് വെക്കാം. നമുക്ക് ഏത് രീതിയിലാണോ പൊസിഷൻ ചെയ്യേണ്ടത് ആ ഒരു രീതിയിലൂടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാൻ ആ ലോഗോ ഒന്ന് മേലോട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്ന് റീസൈസ് ചെയ്ത് വെക്കാം. റീസൈസ് ചെയ്തതിന് സെൻറ്ററിലോട്ട് ആക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ടിന് ഒന്ന് സൈസ് കറക്റ്റ് ആക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് അതിൻ്റെ കുറച്ച് ഏരിയ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഏരിയ സെലക്ട് ചെയ്തിട്ട് അവിടെ കളറൊന്ന് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കളറ് റെഡാക്കി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ വേണ്ട രീതിയിലൊക്കെ പ്ലേസ് ചെയ്തതിന് ശേഷം ഇമേജ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. എല്ലാം ഓക്കെ ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു പിക്ചർ ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ റെഡ് സ്പേസിൽ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് ഇതിനകത്ത് പ്ലേസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ട ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുന്നത് ഡൊണേറ്റ്. അതുപോലെ സൈസ് കുറച്ച് കുറക്കുന്നുണ്ട്, കളറും ചേഞ്ച് ചെയ്യുന്നുണ്ട്, വൈറ്റ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഡൊണേറ്റ് ഓർഗാൻസ്. നെക്സ്റ്റ് ലൈനിൽ സേവ് ലൈഫ്സ്. ഇനി ഈ ഒരു ടെക്സ്റ്റ് നമുക്കൊന്ന് അലൈൻ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കുറയ്ക്കുന്നുണ്ട്, സൈസ് കുറച്ചിട്ട് അതിൻ്റെ പ്ലേസ് അതിലൊന്ന് സെൻറ്ററിലോട്ടാക്കി പൊസിഷൻ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് നമുക്ക് ഏത് രീതിയിലാണോ പ്ലേസ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് ഇവിടെ ഓരോ കാര്യങ്ങൾ പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനൊന്ന് സെൻറ്ററിലോട്ടാക്കണം. അതായത് ആ ഒരു ഏരിയയിൽ കറക്റ്റ് ഫിറ്റ് ചെയ്യുന്ന പോലെ നിൽക്കാം. അതിന് സെലക്ട് ചെയ്തു. അപ്പോൾ ഏകദേശം നമ്മുടെ പോസ്റ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഫർദർ എഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ പോവാം, എക്സ്പോർട്ട് കൊടുക്കുക. നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, PNG-ലോട്ട്. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോസ്റ്ററിന് പേര് കൊടുക്കാം, ഓർഗാൻ അണ്ടർസ്കോർ ഡോണർ അണ്ടർസ്കോർ പോസ്റ്റർ എന്നാണ് അതിനകത്ത് പേര് കൊടുക്കുന്നത്. അതുപോലെ .png എന്നാക്കുന്നുണ്ട്. അതിനുശേഷം എക്സ്പോർട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് PNG ഫോർമാറ്റിലോട്ട് എക്സ്പോർട്ട് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെയാണ് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് തന്ന ടോപ്പിക്ക് വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റർ എങ്ങനെ വരുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പോസ്റ്റർ. അതായത് ഓർഗാൻ ഡൊണേഷൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒരു ലോഗോനകത്ത് മെസ്സേജൊക്കെ വെച്ചിട്ട് ഒരു പോസ്റ്ററാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.